എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടോൺസിലൈറ്റിസിനെ കുറിച്ച് നോക്കാം. തൊണ്ടവേദന അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് വീക്കം അധിക പേർക്കും ഉണ്ടാകുന്നതാണ് അല്ലേ. മിക്കപ്പോഴും ഇത് പോകുകയില്ല. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരുന്നതാണ്, അത് കൂടെ വരുന്നതാണ്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിശക്കുമ്പോൾ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രതിരോധ അവയവമാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ടോൺസിലൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഭക്ഷണത്തിലൂടെ ആയിക്കോട്ടെ, വെള്ളത്തിലൂടെ ആയിക്കോട്ടെ, അതുപോലെ ശ്വാസത്തിൻ്റെ ഇതൊക്കെ തടയുന്നത് ആ ടോക്സിക് നിർവീര്യമാക്കുന്ന ഒരു അവയവമാണ് ടോക്സിലൈസിൻ എന്ന് പറയുന്നത്. അത് ചെറിയ കുട്ടികളിൽ നല്ല വലുതായിട്ട് കാണാം. അത് നമ്മൾ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് അത് ചുരുങ്ങും. ചില ആൾക്ക് അത് ചുരുങ്ങാതെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻസിൽ പറയുന്നത് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമാണ് അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് അവർ തരിക. അപ്പോൾ ഈ സമയത്ത് ടോൺസിലൈറ്റീസ് വരുന്ന സമയത്ത് നമുക്ക് ശക്തമായിട്ടുള്ള പനിയും വേദനയും ഒക്കെ ഉണ്ടാകും. അന്നേരം ചിലപ്പം ജലദോഷത്തോടു കൂടി ഉണ്ടാവും, കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചർ പ്രകാരം ഈ ടോക്സിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ശരീരം ശ്രമിക്കുമ്പോഴാണ് ഈ പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്യുപഞ്ചർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ആ ഒരു വേദന മാറിക്കിട്ടുന്ന കാണാം. 1-2 പ്രാവശ്യം വരേണ്ട ആവശ്യമേ ഉണ്ടാകുന്നുള്ളൂ. പലപ്പോഴും ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുകയാണ് മിക്കവരും ചെയ്യുന്നത്. പനിയുടെ മരുന്ന് കഴിക്കും, അതുപോലെ വേദനക്കുള്ള മരുന്നാണ് കഴിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഈ ടോക്സിൻസ് അവിടെ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ എന്താകും, വീണ്ടും അടുത്തന്നെ പിന്നെയും അത് വേദനയും ഇതായിട്ട് വരും. ആ മരുന്ന് നിർത്തുന്നതോടുകൂടി പിന്നെയും വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് പിന്നെയും അമർച്ച ചെയ്യാൻ വീണ്ടും ഗുളിക കഴിച്ച് ലാസ്റ്റ് അത് ആ ഒരു അവയവത്തെ റിമൂവ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇത് നമ്മുടെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ഫുഡിനെയൊക്കെ നിർവീര്യമാക്കാൻ ഈ ടോക്സിലൈറ്റിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് കളയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തിയാണ് കുറയുന്നത്. അപ്പോൾ അത് എടുത്ത് കളയാതെ ഇതുപോലെയുള്ള ചികിത്സയിൽ വന്ന് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ, ഇനി വിശപ്പ് വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ വിശപ്പ് വളരെ കുറവായിരിക്കും. അപ്പം ഫുഡ് വളരെ കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വിശപ്പ് വന്നാൽ പോലും ലിക്വിഡായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ വിശപ്പ് മാറുന്ന അളവിൽ അത് നിർത്തുകയും ചെയ്യുക. ചെറിയ കുട്ടിയൊക്കെയാണെങ്കിൽ കരിക്കും വെള്ളം, കരിക്കിൻ ജ്യൂസ് പോലുള്ളവ മാത്രം കൊടുത്തുകൊണ്ട് ഒരു 3 ദിവസം നോക്കിയാൽ ആ വേദനയും ആ നീർക്കെട്ടൊക്കെ മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം അതൊരു കോംപ്ലിക്കേഷനായിട്ട് വരികയില്ല. പിന്നീട് അത് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ മുതിർന്നവർക്കും അതുപോലെ ഇങ്ങനെയൊരു വേദന വരുമ്പോൾ, തൊണ്ടവേദന വരുമ്പോൾ നമ്മൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് നോക്കുക. വിശപ്പ് വളരെ കുറവായിരിക്കും. അതിനനുസരിച്ചിട്ട് ലിക്വിഡായിട്ട് ഫുഡ് കഴിക്കുക. നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു തൊണ്ടവേദന അതിൻ്റെ കൂടെയുള്ള പനിയും വിട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾക്ക് തൊണ്ടവേദന കൂടുതലുണ്ടെങ്കിൽ ഒരു തുണി നനച്ച് തൊണ്ടയുടെ ഭാഗത്ത് ചൂടുവെള്ളത്തിലായിക്കോട്ടെ പച്ചവെള്ളത്തിലായിക്കോട്ടെ നനച്ചുകൊണ്ട് വെക്കുന്നത് ഉപകാരപ്പെടും. ഇനി ഇഞ്ചി നീര്, പുളിനാരങ്ങ, മഞ്ഞൾപ്പൊടി ഇവയിട്ട വെള്ളം ഗാർഗിൾ ചെയ്ത് തുപ്പുന്നത് നിങ്ങൾക്ക് അവിടെയുള്ള വേദനക്ക് കുറച്ച് ശമനം ലഭിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതിന് തേൻ ഏറ്റവും നല്ല ഔഷധമാണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് നല്ല ശുദ്ധമായിട്ടുള്ള തേൻ നിങ്ങൾക്ക് ഒന്നുകിൽ കുടിക്കുക, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നേർപ്പിച്ചുകൊണ്ട് കുടിക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും നല്ല ഔഷധമാണ് തേനെന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ടോൺസിലൈറ്റിസ് അത് റിമൂവ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് പോകാതെ ഇപ്പം തന്നെ ആ ബുദ്ധിമുട്ട് കുറച്ചുകൊണ്ട് ആ ശരീരത്തിന് ആ ടോക്സിക് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ടോക്സിലൈറ്റിസ് വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വിഷമങ്ങൾ മാറ്റി
പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു അവയവം നീക്കം ചെയ്യാണ്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.